അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ സൈബർ ഇടങ്ങളിൽ ഇവർ വലിച്ചു കയറുവാൻ ഇട്ട് കൊടുത്തത്. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും ഈ സഹോദരിയെ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഒരു വട്ടമല്ല, ഒരു 5 വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. അതെ, ഈ ബിഷപ്പിന്റെ ഒരു എളിയ അപേക്ഷയാണിത്. എന്തുകൊണ്ടാണ് ഈ ബിഷപ്പ് ഇത് പറഞ്ഞതെന്നറിയാമോ? ബിഷപ്പ് പാത്രം അറിയാതെ ഫിഷ കൊടുത്തത് കൊണ്ട് തന്നെയാണ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാത്രം അറിഞ്ഞു വേണം ഫിഷ കൊടുക്കാനെന്ന്. അതാണ് ഈ ബിഷപ്പിന് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ദയനീയമാണ്. ഈ രേണു എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ ബിഷപ്പിന്റെ പൗരോഹിത്യത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിന്റെ കുപ്പായത്തെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തിനെ ചോദ്യം ചെയ്തു. ഇതിനൊക്കെ എന്ത് അധികാരമാണ് ഈ രേണുവിനുള്ളത്? ഈ അധികാരം ആരാണ് കൊടുത്തത്? ഒരു വ്യക്തി ഇവരെ സഹായിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രം ചെയ്തു, അത്രേ ഉള്ളൂ. അതിനുപരി അവരുടെ കുടുംബത്തിൽ കയറി കളിക്കാനും ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കയറി കളിക്കുവാനായിട്ട് ഈ രേണുവിന് ആരധികാരം കൊടുത്തു? എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? അവരുടെ ഈ പറയുന്ന പൗരോഹിത്യ ജീവിതം നയിക്കുന്ന ഒരു മിഷണറി പ്രവർത്തകനായി നടക്കുന്ന ഈ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ഫാദറിന്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മൊത്തം കാണണം. എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മിഷണറി പ്രവർത്തനം നടത്തി മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് പാവപ്പെട്ടവരെയും രോഗികളെയും അതോടൊപ്പം തന്നെ നിർധനരായിട്ടുള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ, അർഹതപ്പെട്ടവർക്ക് സഹായങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മിഷണറി പ്രവർത്തനം നടത്തുന്ന, ആരുടെ കയ്യിൽ നിന്നും ഒരു ഇത് മേടിക്കാതെ, ഒരു ധനസഹായവും മേടിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ബിഷപ്പാണ് ഈ പറയുന്ന നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ഒരു നരഭോജിയാണ് ഈ പറയുന്ന ഈ രേണു. അല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ? അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ബുള്ളിങ് കാരണം അദ്ദേഹത്തിന് ഈ മീഡിയയുടെ മുമ്പിൽ വന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു. അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന രേണുവാണ്. എന്തായാലും ആ ഒരു ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ഫൈനൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഭാഗം കാണാനായിട്ട് സാധിക്കും. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന സഹോദരി, അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോയിൽ അവർ പറയുകയുണ്ടായി, ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു. ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹ മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊങ്ങന്താനത്തിനടുത്ത് ഞാലിയാകുഴിക്ക് സമീപം ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ ഒരു ബെഡ്റൂം ഒരു ഹാള് കിച്ചനായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറും ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും ഫ്ലവേഴ്സ് ടിവിയുടെ വൈസ് പ്രസിഡന്റും എം ഡിയുമാണ് അവർ. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പൂഴി, അദ്ദേഹം ഒരു മാധ്യമ സുഹൃത്താണ്. ഇവരുടെയൊക്കെയും ആ ആവശ്യപ്രകാരം ഈ രേണു സുധി എന്ന് പറയുന്ന സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് അന്ന് ചെയ്തത്. അത് ചെയ്ത പ്രകാരം അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് ഇവിടെ KHDC ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തു. അതെ എന്റെ ഫാദറെ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തി അത് കിടക്കത്തില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന സുധിയുടെ മക്കൾക്ക് വേണ്ടി സഹായം ചെയ്തു. ഈ പറയുന്ന സുധിയുടെ മക്കൾ അല്ലാതെ അവിടെ വീട്ടിന്റെ അകത്ത് പലരും വന്ന് കിടപ്പുണ്ട്. അവർ വന്ന് കിടക്കുന്നുണ്ട്. കിടന്നതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന നിങ്ങളെ പോലെയുള്ള അവരെയൊക്കെ കുറ്റപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. സത്യത്തിൽ ഇവർക്ക് എന്ത് യോഗ്യതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് കൊടുത്തൊരു സഹായമാണ്. സഹായം കിട്ടിക്കഴിഞ്ഞാൽ അത് മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് സഹായം മേടിച്ച് സുഖമായിട്ട് ജീവിച്ച് പോവുകയല്ലേ വേണ്ടത്? ഈ പറയുന്ന ബിഷപ്പ് പലരെ സഹായിച്ചിട്ടുണ്ട്. അവരാരും ഇതുപോലും വന്നിട്ട് ഒന്നും പറയാറില്ല. ആരുടെയും ഒരു പേരെടുത്ത് ബിഷപ്പ് പറയാറില്ല, ഫിറോസ് പറയാറില്ല, ആരും പറയാറില്ല. ഇവരെ നാറ്റിച്ചത് കൊണ്ടല്ലയോ ഇത്രമാത്രം ഒരു കാര്യങ്ങൾ ഇവർ വന്ന് പറയേണ്ടതായിട്ട് വന്നത്? അല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ? കഷ്ടം. അതിനുശേഷമുണ്ടായ കോലാഹലങ്ങൾ കെട്ടടങ്ങാതെ വണ്ണം വളരെയധികം ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും, ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും വലിച്ചു കീറുവാനായിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് രേണു സുധി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരം ഇനി അറിയാൻ പോകുന്ന ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ മാത്രമല്ല, ബിഗ് ബോസ് താരം രേണു ഇനിയും വന്നിട്ട് ഇനിയും ബിഗ് ബോസിനെ കുറ്റം പറയും. അതോടൊപ്പം തന്നെ ലാലേട്ടനെ കുറ്റം പറയും. ഇനി അവിടെ കിട്ടിയിരിക്കുന്ന പല സാധനങ്ങളും എനിക്ക് ടേസ്റ്റ് പോരായിരുന്നു, എനിക്ക് മേക്കപ്പ് പോലും തന്നില്ല, എന്ത് ബിഗ് ബോസ് ആണ്, ഞാൻ ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റിയാണ്, എന്റെ സെലിബ്രേഷനെ വരെ ബാധിക്കുന്ന രീതിയിൽ എനിക്ക് മേക്കപ്പ് പോലും തരാതെ നിർത്തിയ ഈ ബിഗ് ബോസിനെതിരെ ഞാൻ അത് പറയുന്നു ഇത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ ഇനിയും വെളി വന്ന് ഇന്റർവ്യൂ കൊടുക്കത്തില്ലയോ? അതും കൊടുക്കും. ഇനി ബിഗ് ബോസിനെ നാറ്റിക്കും. എവിടൊക്കെ ഇതിന് പോയിട്ടുണ്ടോ അവരെ എല്ലാം നാറ്റിക്കുക തന്നെയാണ് ഇവരുടെ പരിപാടി.
ഇനി ഈ ബിഷപ്പിന്റെ കുപ്പായത്തെ വരെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞതിനെ കുറിച്ച് ബിഷപ്പ് പറയുന്ന കാര്യമുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. പോകുന്നതിന് മുമ്പ് അവരുടെ വീഡിയോയിൽ ബിഷപ്പിന്റെ കുപ്പായത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ബിഷപ്പിന്റെ ആ ഒരു പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ, എൻ്റെ ബാല്യപ്രായത്തിൽ ദൈവവേലക്കായിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ചു. ഒരു സുശേഷ വേലക്കായിട്ട് എൻ്റെ ജീവിതം, ഒരു മിഷണറിയായി പോകുവാനായിട്ട് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിറങ്ങി പുറപ്പെടുക ചെയ്തത്. പ്രതിഫലമായി ഒന്നും ഇച്ഛിക്കാതെ ബൈബിൾ വിശ്വസിക്കുന്ന പ്രകാരം ബൈബിളിൻ്റെ വചന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം അതിനുവേണ്ടി വേർതിരിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതൊരു ദൈവവിളിയുടെ ഭാഗമായിട്ട് ഞാനൊരു മിഷണറിയായി ജീവിച്ചു. എൻ്റെ പഠനം പൂർത്തീകരിച്ച ശേഷം ഒരു മിഷണറി വൈദികനായിട്ട് എന്നെ ഓർഡിനേഷൻ ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരു മിഷണറി വൈദികനായി സേവനം ചെയ്യാനുള്ള കൃപ ദൈവം എന്നോട് മനസ്സിലിഞ്ഞു. അതിനുശേഷമായി 2013 ഏപ്രിൽ 28 പാമ്പാടി വട്ടമലപ്പടി ട്രിനിറ്റി ആംഗ്ലിക്കൻ ചർച്ചിൽ വെച്ച് അഭിനന്ദനായിട്ടുള്ള ബിഷപ്പ് പത്രോസ് കൊച്ചുതറയിൽ തിരുമേനിയുടെ കൈവപ്പോടുകൂടി ആംഗ്ലിക്കൻ സഭയുടെ ഒരു മിഷണറി ബിഷപ്പായിട്ട് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ തക്കണമിടയായി. അതിനുശേഷം ഒരു മിഷണറിയായി ഞാൻ സേവനം ചെയ്യുകയാണ്. എന്താണ് മിഷണറി ജീവിതം എന്നുള്ളത് ബൈബിൾ മനസ്സിലാക്കി പ്രേക്ഷിത വൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായ ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം. അപ്രകാരം ഒതുങ്ങി എളിമയായിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങളുടേതായിട്ടുള്ള വൃത്തികൾ ചെയ്ത്, വൈദിക വൃത്തികൾ ചെയ്ത്, ഒരു മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കാതെ ശാന്തമായിട്ട് ഒതുങ്ങി ഒരു സ്ഥലത്ത് ജീവിച്ച് ഞങ്ങളാലാവുന്ന സമൂഹത്തിന് ഉപകാരം വരുന്ന അശരണരെയും സാധുക്കളെയും ബലഹീനരെയും രോഗികളെയും ക്ഷീണിതരെയും മാനസികമായി തകർന്നിരിക്കുന്നവരെയും കൈത്താങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന സമൂഹമാണ് മിഷണറി സമൂഹങ്ങൾ. അങ്ങനെ പോയി പ്രവർത്തിക്കുന്ന എന്നെ മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിച്ചു കീറുവാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ബിഷപ്പിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തിന്റെ കുപ്പായത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ രേണു കൊണ്ടെത്തിച്ചു. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രേണു ചെയ്തത്. എന്നിട്ട് അവരുടെ PR വന്ന് പറയുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന്. അദ്ദേഹത്തെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഓൺലൈൻ മീഡിയക്കാർ എത്തുന്നത്. അപ്പൊ അവരോട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ വ്യത്യഹത്യ ചെയ്തിട്ട് പോയ ഒരു സ്ത്രീയാണ് ഇവര്. എന്നിട്ടാണ് ഇവിടെ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ട് വലിയൊരു വാചകം അടിച്ച് വലിയൊരു നല്ല പിള്ളയെ ചമഞ്ഞ് അവിടെ നിൽക്കുന്നത് അല്ലേ? ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്നെപ്പറ്റി വളരെയധികം മോശമായി പറയുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിവിടെ വരത്തില്ല. എത്ര ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ. സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പോകുന്നത്, നമ്മുടെ മനസ്സിന് ഒരു ശാന്തി ലഭിക്കുവാനായിട്ടാണ്. അങ്ങനെ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുവാനായിട്ടാണ് ഞാൻ എന്നാലാവുന്ന, എനിക്ക് പണപരമായിട്ടൊന്നും കൊടുത്ത് സഹായിക്കാനില്ല. ഞാനത് ഉള്ള കാര്യം, കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആളല്ലല്ലോ. പിന്നെ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുവദിച്ച് ലഭിച്ച, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പൂർവികർ നിരവധി വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി നഴ്സിംഗ് ജോലി ചെയ്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാനൊക്കാതെ, എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നുണ്ട്, മോനെ എൻ്റെ കാലിൽ വെരിക്കോസ് വെയിനാണ്, കാരണം എനിക്ക് ഇരിക്കാനൊക്കത്തില്ലായിരുന്നു. 12 മണിക്കൂർ നിന്ന് ഞാൻ ജോലി ചെയ്ത് ഡ്യൂട്ടി ചെയ്ത പ്രോപ്പർട്ടികളാണ് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് എൻ്റെ കുടുംബസ്ഥനെ ഏൽപ്പിച്ചത്. മറ്റുള്ളവരെ സഹായിച്ച് അവരെ ചേർത്ത് പിടിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് ചെയ്തതാണ്. എന്നാൽ അതിനെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന ഈ രേണുവാണ്. എത്ര പേർക്ക് സഹായം കിട്ടേണ്ടതായിരുന്നു, അതിനെയെല്ലാം ഒരുമാതിരി നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇവർക്ക് എന്തിന്റെ കേടാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞങ്ങ് വെച്ചങ്ങ് കാച്ചുക. അതുമൂലം ആർക്കൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത എന്ത് ഇവര്. എന്നിട്ട് ഇവരാണ് വിധവകൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം ശബ്ദം ഉയർത്താൻ വേണ്ടി നിൽക്കുന്നത്. കഷ്ടം. ഇനി ഈ പറയുന്ന രേണു വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട് എന്ന രീതിയിൽ ഈ പറയുന്ന രേണു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു കേട്ടോ. അതിന് ബിഷപ്പ് പറയുന്ന ഒരു കാര്യം കേട്ടു നോക്കി. കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എൻ്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡി എങ്ങനെയാണ് അമ്പലവേലിൽ കുടുംബത്തിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യതയാണ് ഈ രേണുവിനുള്ളത്? ഈ ബിഷപ്പിന്റെ, ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ബിഷപ്പിന്റെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വത്ത് എങ്ങനെയൊക്കെയുള്ളതാണെന്നോ എനിക്കറിയാം, അല്ലെങ്കിൽ അതിനെനിക്ക് സംശയമുണ്ട് എന്ന് പറയാൻ മാത്രം നിങ്ങൾക്ക് അവരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? വായി തോന്നുന്നത്, നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടോട്ട് എന്തും വെച്ചങ്ങ് കാച്ചാവുന്ന അല്ലയോ? പണി വരുന്നുണ്ട് രേണുവിനെ, പണി വരുന്നുണ്ട്. എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യത ആ സ്ത്രീക്കുണ്ട്? എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ, എൻ്റെ കുടുംബത്തെ പറ്റി സംസാരിക്കുവാനോ, എൻ്റെ കുടുംബത്തിൻ്റെ അസറ്റുകളെ പറ്റിയോ പ്രോപ്പർട്ടികളെ പറ്റിയോ മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക്? അപ്പം അത്രമാത്രം നന്മ ചെയ്യുന്നവരെ, ഉപകാരം ചെയ്തവരെ നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കീറി മുറിക്കുവാനായിട്ട് എറിഞ്ഞു കൊടുക്കരുത്. ഇതെനിക്ക് ഈ സ്ത്രീയോട് ഉള്ളൊരു അപേക്ഷയായിട്ട് കണ്ടേച്ചാൽ മതി. ഇനി അതല്ല ഇനിയും വീണ്ടും ഇതാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ നേരിട്ട് പോയി മജിസ്ട്രേറ്റിനെ കണ്ട് മൊഴി കൊടുക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. വക്കീലിനോട് പറഞ്ഞു,
ബിഷപ്പ് നേരിട്ട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞു. കോടതിയിൽ ചെന്ന് എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് ചെന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ ഈ തങ്കച്ചൻ്റെ പേരിലും ഈ രേണു സുധിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ. ഇനി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുവാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നെ സൈബർ ഇടങ്ങളിൽ ഇവർ വലിച്ചു. തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് കേസ് മാനനഷ്ടത്തിന് കൊടുക്കണം ഇവർക്കെതിരെ. പിന്നെ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ വന്ന് കൊടുക്കുന്നത്, മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ പോരെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇവരെവിടെയും ഈ ബിഷപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ല. ബിഷപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രേണു സുധിയും ഈ പറയുന്ന തങ്കച്ചനും ഉള്ളിൽ പോകും. അത് ഉറപ്പാ. അവർക്കെതിരെ കേസ് കിട്ടും. നല്ല രീതിയിൽ കെട്ടിവെക്കേണ്ടതായിട്ട് വരും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇതുവരെയായിട്ടും ബിഷപ്പിന്റെ പേര് പറയാതെ ബിഷപ്പിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി എന്ന തക്കവണ്ണമാണ് ഇപ്പോൾ ഈ ബിഷപ്പ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഇനിയെങ്ങാണ് ബിഷപ്പിന്റെ പേര് പറയുകയാണെങ്കിൽ ഈ പറയുന്ന രേണു സുധിക്ക് നല്ല പണി കിട്ടും. അത് ബിഗ് ബോസിൽ 7ന്റെ പണിയാണെങ്കിൽ ഇവിടെ 8ന്റെ പണി കിട്ടും. അത് ഓർത്തു. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നെ സൈബർ ഇടങ്ങളിൽ ഇവർ വലിച്ചു കയറുവാനിട്ട് കൊടുത്തത്. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും ഈ സഹോദരിയെ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു വട്ടമല്ല, ഒരു 5 വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അപേക്ഷ. ഇത് ഈ പറയുന്ന ബിഷപ്പിന്റെ അനുഭവത്തിൽ നിന്നും ബിഷപ്പ് പറയുന്നതാണ്. എങ്ങനുണ്ട് ഒരു മനുഷ്യൻ ഇത്രത്തോളം അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്ന രേണു സുധിയെ കൊണ്ട് അവർക്ക് അത്രമാത്രം അപമാനം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇല്ലേ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ബിഷപ്പ്? അദ്ദേഹം പറഞ്ഞത് ഇനി ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നിയമപരമായി എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിയമപരമായുള്ള സഹായം തേടിയിട്ട് മാത്രമേ അവരെ സഹായിക്കാവൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സഹായിക്കുന്നതിന് മുമ്പ് ഒരു 10 വട്ടമെങ്കിലും ആലോചിക്കണമെന്ന്. കേട്ടോ? അപ്പൊ ഇവരുടെ ആ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേ. അതാണ് കാരണം ഇങ്ങനൊരു സഹായം ചെയ്തിട്ട് ഇപ്പോൾ ബിഷപ്പിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ഗതികേട് വന്നു. അതുപോലെ തന്നെ ബിഷപ്പിന്റെ ഈ കൈവശമുള്ള സ്വത്തിനെ കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് വന്നു. തീർച്ചയായിട്ടും ഒരു ഗതികേട് തന്നെയായിട്ടല്ലേ കാണുന്നത്. വളരെ സങ്കടത്തോടാണ് പറയുന്നത്. കാരണം ഞാൻ ഇത്രയും വർഷം എനിക്കിത് ആരോടും പറയേണ്ട ഒരു ആവശ്യം വന്നില്ലല്ലോ. ഇപ്പം എനിക്കിത് ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഈ സ്വത്തുക്കൾ ഇവിടെ ഉള്ളപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന വീടുകളില്ലാത്ത തീർത്തും അശരണരായിട്ടുള്ള ഒരു 10 കുടുംബത്തെ സെലക്ട് ചെയ്ത് ഇവിടുത്തെ വാർഡ് കൗൺസിലേഴ്സുമായിട്ടൊക്കെ ആലോചിച്ച് അർഹതപ്പെട്ട 10 കുടുംബങ്ങളെ ഞാൻ സഹായിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ കൊടുത്തു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടാണ് ആരെന്നെ സമീപിക്കുന്നത്. 24 ചാനലും അതുപോലെ തന്നെ എൻ്റെ മാധ്യമ സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴിയും മറ്റു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ സമീപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു മനസ്സുള്ള വ്യക്തിയാണല്ലോ, എന്നാൽ നമുക്ക് ബിഷപ്പിനെ ഒന്ന് നേരിട്ട് കാണാം. അങ്ങനെയാണ് അവരൊക്കെ ഈ എന്നെ സമീപിച്ചത്. അത് പ്രകാരമാണ് 24 ചാനൽ എന്നോട് പറഞ്ഞ 5 സെൻറ്റ് സ്ഥലം കൊടുക്കാനാവുന്നത്. ഞാൻ സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളല്ലേ, അവർക്കപ്പം 3.5 7 സെൻറ്റ് സ്ഥലമാണ് കൊടുത്തത്. കാരണം ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് അതൊരു പ്രയോജനമായിട്ടിരിക്കട്ടെ. ഞാൻ ഈ ലോകത്തിന് കടന്നു പോകും അല്ലേ, കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്താൽ ലോകം നമ്മളെ സ്മരിക്കും. ഈ ബിഷപ്പ് അവർക്കൊരു നന്മ ചെയ്തു. ആ നന്മയെ ഉൾക്കൊള്ളാതെ അവർക്കെതിരെ, ഈ സഹായിച്ചവർക്കെതിരെ അവർ പറഞ്ഞ ഓരോ വാക്കുകളും ഈ സഹായിച്ചവർക്ക് മുറിവേറ്റത് തന്നെയാണ്. അത് ഒരിക്കലും മായ്ച്ചു കളയാനായിട്ട് പറ്റത്തില്ല. പിന്നെ വന്ന് ചില PR വർക്കുകളൊക്കെ വന്ന് മെഴുകുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിന്റെ വേദന. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ? ഈ കമന്റ് ഇടുന്നവന് എടാ നീയൊക്കെ നിന്റെ വീട്ടില് നിന്റെ സ്വന്തക്കാർക്ക് പോലും നീ ഇതുപോലൊരു സഹായം ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? 30 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോപ്പർട്ടി കൊടുത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കണോ? വേണോ? അത് ചെയ്തത് തെറ്റല്ലേ? പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സ്ത്രീ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ നിങ്ങൾക്കും ഈ പറയുന്ന സ്ത്രീക്കും ഒരേ മെന്റാലിറ്റി ആണെന്നല്ലേ എന്റെ അർത്ഥം അല്ലേ? കഷ്ടമുണ്ട് കേട്ടോ. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആള് ഒരു ഹട്ട് കെട്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. ആ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്താനായിട്ട് കുറെ ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറെ ഗുണ്ടകളൊക്കെ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുകയും ഇത് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തു എന്നാണ് ബിഷപ്പ് പറയുന്നത്. ഇത് മുമ്പും നമ്മൾ കേട്ടതാണ്. സുധിയെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞത് അദ്ദേഹത്തെ അടിക്കാനായിട്ട് ഗുണ്ടകളെ വിട്ട കാര്യം. അപ്പോൾ ഇവർക്കൊരു ഗുണ്ടാസംഘം ഉണ്ടെന്നുള്ളത് തെളിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ബിഷപ്പ് പറയുന്നതും അതുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഏതാണ്ട് ശരിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ബിഷപ്പ് പറയട്ടെ. ഇതിനെക്കുറിച്ചുണ്ടായ വിവാദങ്ങളെ അല്ലെങ്കിൽ ബിഷപ്പിന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്താൽ അത് ബിഷപ്പിന്റെ ഒരു പൗരോഹിത്യ ജീവിതത്തെ ബാധിക്കും. അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ട്. ബിഗ് ബോസിൽ ജീവന് ഭീതിയായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം എനിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി സാറിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് എൻ്റെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. അതായത് വെച്ചാൽ എൻ്റെ ഈ വീട്ടിൽ അസമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുകയും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്ത് പോകുക. എൻ്റെ വീടിന് ചുറ്റും ഇത് ചുറ്റും റോഡാണ്.
നമ്മുടെ പറമ്പിനകത്തൂടെ തന്നെ. അതിനകത്ത് വന്ന് ഇവർ ഫോട്ടോ എടുക്കുന്നു, നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് ബുള്ളറ്റിലെ 2 വീലറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന പിന്നെ ഇത് മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നത് കൊണ്ട് അതിലെല്ലാം ക്യാമറയിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. പരാതി കൊടുത്തു. എന്തൊക്കെയായി കേൾക്കുന്നത്? ഈ രേണുവിന്റെ ഫാൻസ് അതോ ഈ രേണു സംഘടിപ്പിച്ച ആൾക്കാരാണോ? ആരാണ് ഈ പറയുന്ന ബിഷപ്പിന്റെ അവിടെ ചെന്നിട്ട് ഈ വിഷയം ഉണ്ടാക്കുന്നത്? ഇത്രമാത്രം സോക്കേട് ആർക്കാണ്? എന്തായാലും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിനും പരാതി കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അതെന്റെ ജീവന് ഭീഷണി. ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. എന്റെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ലീവിനൊക്കെ പോകുന്ന ദിവസങ്ങൾ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ എന്റെ ജീവന് വളരെയധികം ഭീഷണി ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്നിട്ടുണ്ട്. അതായത് ചീത്ത വിളിക്കുക, ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായ മോശമായ വാക്കുകൾ, നമുക്കിപ്പോൾ ഇന്റർവ്യൂവിന് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകൾ. ഇവരുടെ ആർമി രേഷ്മ തങ്കച്ചന്റെ രേണു സുധിയുടെ ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തുനിന്ന് വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ്. ഇനി എന്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നു. എന്റെ വാ മൂടാൻ ആർക്കെങ്കിലും കഴിയുമോ? ബിഷപ്പിന്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നത് എന്തിനാണ് എന്റെ വാ മൂടേണ്ട ആവശ്യം? ഞാൻ എൻ്റെ കരവടയ്ക്കുന്ന ഭൂമിയിൽ കൈവശ സർട്ടിഫിക്കറ്റുള്ള എൻ്റെ സ്വന്തം എൻ്റെ പൂർവികർ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എന്തിന് എൻ്റെ വായ അടക്കി വെക്കണം? എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ രേണുസുതി ആരുമല്ല. രേണുസുതി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, രേണുസുതി എൻ്റെ സമുദായാംഗമല്ല. ഞാനൊരു സുറിയാനി മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ രേണുസുതി ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ പൊങ്ങന്താനത്ത് പോയി അന്വേഷിക്കണം, അവരേത് സഭാംഗമാണെന്നുള്ളത്. ഞാൻ ജനിച്ചു വളർന്നൊരു സുറിയാനി കുടുംബത്തിൽ ജനിച്ചു. ഞാൻ ആ രീതിയിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. ഒന്നത്. 2, രേണുസുതിയുടെ ബ്ലഡ് റിലേറ്റീവ് അല്ല, ബന്ധം പോയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം ഒന്നും രേണുസുതിയുടെ കുടുംബമായിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നും അവരുമായിട്ടൊരു ബന്ധം. പിന്നെ എന്നെ എന്തിന് ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കണം? ഇതിന് നിയമമുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് ഇതിന് നിയമമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും മാനനഷ്ടത്തിന് കോടതിയുമായി സമീപിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഇവരിപ്പോൾ ബിഗ് ബോസ് ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ കുറേ ഇന്റർവ്യൂ കൊടുക്കും. എന്നെ ആക്ഷേപിക്കുന്നതായിട്ട് എൻ്റെ പേര് പറഞ്ഞോ, ബിഷപ്പ് എന്ന് പറഞ്ഞോ ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീൽ എന്നോട് പറഞ്ഞേക്കുന്നത്, എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞേക്കുന്നത്, ബിഷപ്പിനെ കൂട്ടി കോടതിയിലേക്ക് പോകാം, മൊഴി കൊടുപ്പിക്കാം. തങ്കച്ചൻ്റെയും രേണുസുതിയുടെയും പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും, മൊഴി കൊടുത്ത് കേസ് FIR ഇടിപ്പിക്കും. തീർച്ചയായും ബിഷപ്പേ അത് ചെയ്യണം. ഒരാളെ ഇങ്ങനെ മാനസികമായി ദ്രോഹിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം. എന്തോ ഇത് ഇവർക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കെ, ഈ രേണുസുതിക്കോ അവരുടെ കുടുംബത്തിനോ ഈ ബിഷപ്പിന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കെ അവരുടെ കുടുംബസ്വത്തിനെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യത? ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കുപ്പായത്തെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യത? ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യത? എന്ത് യോഗ്യതയാണ്? ഇവരെ സഹായിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തുള്ളൂ. വായിൽ നാക്ക് കിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ പറ്റുമോ? അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ബിഷപ്പ് അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ബാക്കി പറഞ്ഞല്ലോ, പല അജ്ഞാത വാഹനങ്ങളും വരുന്നു, ഇവിടെ ചുറ്റും ഫോട്ടോ എടുക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. ഇത് ഒരു സ്ഥലം, ഈ ഒരു വീട് വലിയ വീടല്ല, കെട്ടുറപ്പില്ലാത്തൊരു സാധാരണ ഒരു ഹട്ടിലാണ് താമസിച്ചത്. അതപ്പോൾ കുറച്ച് ഭയപ്പെടുത്തുന്നില്ല? തീർച്ചയായിട്ടും രാത്രിയിൽ എനിക്ക് പേടിയുണ്ട്. വേറെ ഒന്നും ജീവനിൽ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയമുണ്ട്, നല്ല പേടിയുണ്ട്. എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ PR വർക്കേഴ്സ്. രേണുസുതിക്ക് ഭയങ്കര PR വർക്കാണ്. രേണുസുതി ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഞാൻ എവിക്റ്റ് ആയെന്നും പറഞ്ഞ് എവിക്ഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു. ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ അവരെ വിളിപ്പിച്ചിട്ട് സാർ പറയുകയാണ്, നിങ്ങളൊരു എടുത്തു വെച്ചേക്കുന്ന 2-3 തരുവാണ്, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രംഗങ്ങളൊക്കെ ഇവിടുത്തെ മലയാളികൾ കണ്ടതാണ്. അപ്പോൾ എന്തിനും മടിയില്ലാത്ത ഒരു തീരുമാനപ്രകാരം തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ സഹോദരി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവന് വന്ന ഭീഷണി തീർച്ചയായിട്ടും പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇതിനകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നി. അതെ, PR-നെയൊക്കെ വെച്ച് എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടാ പോയേക്കുന്നത്. ഇപ്പൊ ബിഷപ്പിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപറ്റം ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ഞാൻ ബിഗ് ബോസ് വീടിനുള്ളിൽ പോകുമ്പോൾ നിങ്ങൾ ഇന്ന വീഡിയോ ഇടണം, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് PR-നെ സെറ്റ് ചെയ്ത് വെച്ച് പോയിട്ട് കളിക്കുന്ന ഒരാളെന്ന നിലയിലാണ് രേണു അവിടെ നിൽക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മോഹൻലാൽ ആ എപ്പിസോഡിൽ ഈ രേണുവിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കി കാണിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ബിഷപ്പ് പറയുന്നത്. PR വർക്ക് വെച്ചിട്ട് അവരെ വെച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇതൊക്കെ നല്ല കാര്യമായിട്ട് നിന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു നോട്ടവും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടവും നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബിഷപ്പ് വിളിച്ചാൽ മതി, 5 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മാത്രം മതി. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ എനിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ട്. ഇന്ന് വരെ ഞാൻ ഇവിടെ താമസിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ക്യാമറയുടെ ആണെങ്കിലും അത് അതിന്റെ പാസ്വേഡ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ബിഷപ്പിന് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരെ നേരത്തെ കണ്ട് പരിചയം ഒരു പരിചയമില്ല. ഇപ്പൊ ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ്. നമുക്ക് ഒരു പരിചയമില്ലാത്തവരാ. എനിക്ക് പേടിയെന്ന് വെച്ചാൽ വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായി വരുന്നത്. നിങ്ങൾക്കത് പറയുമ്പോൾ അത് എത്രമാത്രം അതിന്റെ ഗൗരവം മനസ്സിലാകും. നമ്മൾ ഒരു പരിചയമില്ലാത്ത ഭയങ്കര അജാനുബാഹുക്കളായിട്ടുള്ള മനുഷ്യർ പരിചയമില്ലാത്ത വാഹനങ്ങളിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോകും. ഞാൻ അകത്ത് കയറി കഥ അടച്ച് ഞാൻ ശാന്തമായിട്ടിരിക്കും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. വലിയ ഗുണ്ടകളെയൊക്കെയാണ് പറഞ്ഞു വിടുന്നത്, വലിയ ആചാനുബാഹുവായിട്ടുള്ള മനുഷ്യനെയൊക്കെയാണ് പറഞ്ഞു വിടുന്നത്.
എന്താ ഇത്രയ്ക്ക് തരം താഴ്ന്നാണോ എന്റെ പൊൻ രേണു ജീവിക്കുന്നത്? ആണോ? ആ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? കഷ്ടം. അതും PR വർക്കുകളെ. ഓ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പൊ ഈ സഹായങ്ങളുടെ പേരിൽ ബിഷപ്പിന് ഔദ്യോഗിക ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു? ഔദ്യോഗിക ജീവിതം എന്ന് വെച്ചാൽ പലരും എന്നെ വിശ്വാസികളായിട്ടുള്ള ലോകത്തിൽ എന്നെ സ്നേഹിക്കുന്ന പല രാജ്യങ്ങളിലുള്ള ദൈവമക്കളുണ്ടല്ലോ, അവരെന്നോട് പറഞ്ഞു ബിഷപ്പിനെ വളരെ മോശമാക്കിയാണല്ലോ പല കമന്റ്സുകൾ ഇവരാളെ ഇരുത്തി എഴുതിപ്പിക്കുക. ഈ രേണുസുധരെ ആർമി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ബാഡ് കമന്റ്സ് എന്നെ പറ്റി ഇടുന്നു. അത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുടുംബവുമായിട്ട് എനിക്ക് വ്യക്തിവൈരാഗ്യം ഒന്നും തന്നെ ഇല്ല. ഒരു വ്യക്തിവൈരാഗ്യം ഈ കുടുംബത്തോട് എനിക്കില്ല. എന്തിനാ? അവരെന്നോട് ഒരു തെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വന്നവരല്ലല്ലോ. പക്ഷേ ഇവർക്ക് എന്തോ ഒരു എന്താണ് പറയണ്ടേ, ഒരു അവരുടെ മനസ്സിൽ എന്തോ ഒരു നമ്മളെ പറ്റി ഒരു മോശമായ ചിന്താഗതികൾ വന്നിരിക്കുകയാണ്. അത് അവർ തന്നെ മാറ്റിയെടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രേണു പറഞ്ഞിരുന്നു രേണുവിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് ഈ ഫാദർ എന്ന് എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ഈ രേണുവിനെ വെച്ച് മാർക്കറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ചും ബിഷപ്പ് പറയുന്നുണ്ട്. ആ സ്ഥലം വിറ്റുപോയിട്ടില്ല, ആ സ്ഥലം ഇവര് വന്നു കഴിഞ്ഞ പിന്നെ 1 സെന്റ് ഭൂമി പോയിട്ടില്ലെന്നാ പറയണേ. പിന്നെ അദ്ദേഹം അതിന്റെ റീസണും പറയുന്നുണ്ട്, അവിടെ ഒന്ന് കേട്ടു നോക്കൂ. ഇത് വെച്ച് ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു, ഇവരുടെ കുടുംബത്തെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്തു പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെന്ന് ഈ പ്രോപ്പർട്ടിക്കകത്ത് വന്നോ അതിനുശേഷം 1 സെന്റ് സ്ഥലം ആരും വാങ്ങാൻ വന്നിട്ടില്ല. അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇവരൊരു നല്ല അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അരികിലേക്ക് അനേകർ വരണമല്ലോ. പക്ഷെ ആരും വരുന്നില്ല. പിന്നെ വേറൊരു മറുപടി കൂടെ ഞാൻ പറയാം. എൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് ഈ ദേശത്തൊരു വിലയുണ്ടല്ലേ, നാടിനൊരു വിലയില്ല. ആ അർഹതപ്പെട്ട വില എന്ന് എനിക്ക് ലഭിക്കുന്നു അത് 10 വർഷം കഴിഞ്ഞാണെങ്കിൽ ഇനി അത് കിട്ടുന്നില്ലയോ, അവിടെ കിടന്നോട്ടെ. ഇതിപ്പോൾ ഉടനെ വിറ്റിട്ട് എനിക്ക് എങ്ങും ധൃതി വെച്ച് എവിടെയും പോകാനൊന്നുമില്ല. എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് ലോകത്തിൽ നിന്ന് മടങ്ങി പോകാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. അതെന്റെ മിഷണറി വൃത്തിയാണ് അല്ലേ, മിഷണറി വൈദിക വൃത്തി. അത് ഞാൻ ചെയ്യും. എന്നെ ആവശ്യമുള്ള ഒരുപാട് പേരില്ലേ, അവരുടെ ഇടയിലേക്ക് ഞാൻ പോയി എന്റെ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ മടങ്ങും. എന്തായാലും കൊള്ളാം. രേണു പറഞ്ഞത് രേണുവിനെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുവാണെന്നാ. എവിടാണ് രേണുവിനെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ഇദ്ദേഹം വിറ്റത്? അങ്ങനെയാണെങ്കിൽ വല്ല സിനിമാ നടന്മാർക്കോ സിനിമാ നടിമാർക്കോ ഇദ്ദേഹം ഭൂമി കൊടുത്താൽ പോരായിരുന്നു. എന്ത് വാന്ന് കഷ്ടം. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവർ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇവർ നെഗറ്റീവായിട്ട് പോയിട്ട് പിന്നെ പോസിറ്റീവായിട്ട് ഇറങ്ങി വരും. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട്. കാരണം ഇവര് കുറെ വിധവാ കാർഡ്, ആ കാർഡ്, ഈ കാർഡ് ഒക്കെ ഇറക്കി കളിക്കുന്നുമുണ്ട്. കണ്ണുനീര് കാർഡ് എല്ലാം ഇറക്കി കളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കാർഡ് ഇതൊക്കെ ഇറക്കി കളിക്കുമ്പോൾ പലരും ഇവരെ എന്താ പറയാ വിശ്വസിച്ചു പോകും. അതിനെക്കുറിച്ചും ബിഷപ്പ് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. പറയുന്നുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് ഞാൻ പറയാം. ഒരുപാട് വീഡിയോസ് സിംഗിൾ മദർ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ ആദരണീയരായിട്ടൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അവരോർക്കും അവരൊക്കെ ഒത്തിരി സഹിച്ചും വഹിച്ചുമാണ് ജീവിക്കുന്നത് ലേഡീസ്. അവരോർക്കും യോ ഒരു സാധു പെൺകുട്ടിയല്ലേ, അവൾ ജീവിച്ചു പോയിക്കോട്ടെ. അവരോർക്കും. ഞാനും അത് പറയുന്നത് അവര് ഒരു നല്ല ജോലിയല്ലേ അവർ ചെയ്യുന്നത്. അവര് മോഡലിംഗ് ചെയ്യുന്നു, വെബ് സീരീസ്, ആൽബംസ്, ഇപ്പോൾ സിനിമയിലെ നാടകത്തിലൊക്കെ അവർ മനോഹരമായി ജോലി ചെയ്യുന്നില്ലേ. അവർക്ക് അതിനുള്ള ശമ്പളം ലഭിക്കും. നല്ല മനോഹരമായ രീതിയിൽ അവർ ജോലി ചെയ്ത് അവർ ജീവിക്കുന്ന ഒരു ലേഡിയാണ്. ഞങ്ങളാരും അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ ആകെ കൂടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ അപമാനം പറയാതിരിക്കുക. എനിക്ക് അപ്പനോടും മകളോടും അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ഈ ലോകത്തെ ആർക്കും ചെയ്യണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും 24 ചാനൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ ഇനിയും എല്ലാവരും ഒരു ഭയത്തിലാണ് നിൽക്കുന്നത്. ഏത് സമയം നമ്മൾ പറയത്തില്ലയോ ജലബോംബ് എന്നൊക്കെ പറയുന്ന പോലെ ഏത് സമയമായി ഇത് പൊട്ടുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ പേടി മാറി. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയാൻ പോയാൽ കോടതി ഉണ്ടല്ലോ, അപ്പൊ തന്നെ കോടതിയിലേക്ക് പോവുക, നിയമ നടപടികളുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് എന്റെ നടപടി. ശരിയാണ്, ഇതൊരു ജലബോംബ് തന്നെയാണ്. എപ്പോ പൊട്ടുമെന്ന് അറിയത്തില്ല. അതാണ് എല്ലാവർക്കും പേടി. ഇപ്പം സഹായിച്ച ഫിറോസിന് കിട്ടിയ പണി, ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പിന് കിട്ടിയ പണി, മറുനാടന് കിട്ടിയ പണി, അതോടൊപ്പം തന്നെ സഹായിച്ച താജുവിന് കിട്ടിയ പണി, ഇനിയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ഫ്ലവേഴ്സ് ചാനലില് അവർക്കും കിട്ടും ഇനി പണി. അതുകൊണ്ട് തന്നെ അവർ പേടിച്ചിരിക്കുകയാണ്. എന്റെ പൊനോ, ഏത് സമയത്താണ് അറിയത്തില്ല ഞങ്ങളെ കുറിച്ച് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു ജലബോംബായിട്ട് നിൽക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും പൊട്ടിത്തെറിക്കും. ഇവരെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 വട്ടം അല്ല ഒരു 100 വട്ടം ചിന്തിച്ചിട്ട് വേണം സഹായിക്കാൻ. ഇപ്പൊ രേഷ്മ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് എന്തൊക്കെയോ മേടിച്ചു കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആ കൊച്ചിനെ എന്നാണാവോ ഈ പറയുന്ന ഇതുപോലെ പറയുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരെയും നാറ്റിച്ച് അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിക്കും ഇവര്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇവരെന്താ പറയാ വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരോ സിംഗിൾ മദറിന്റെ എന്തോ ഒരു ഇതൊന്നും അല്ല ഇവര് സത്യത്തില് എല്ലാം ഇവർക്ക് ഓസിന് വേണം. ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന ടീമാണ്. എന്നിട്ട് മറ്റുള്ളവരെ ഇവരെ സഹായിച്ചവരെ അങ്ങ് അടിച്ച് താട്ടം കൊടുക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, വീട് വാടകയ്ക്ക് കൊടുത്ത ആ അപ്പച്ചന്റെ പൈസ ഇപ്പോഴും കൊടുക്കാനുണ്ട്. ഇവർക്ക് എന്തോ കാശില്ലാഞ്ഞിട്ടായിരുന്നോ? അന്നൊക്കെ ഓക്കെ ഇല്ലെന്ന് പറയാം. പക്ഷെ ഇപ്പോഴേലും അദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് തീർക്കണ്ടേ? 73 വയസ്സുള്ള അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുകൂടെ? അത് കൈ വെച്ചോണ്ടും ഇതുപോലുള്ള ഒരു ബിഷപ്പുമാരെ നാറ്റിച്ചിട്ടും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഓരോരുത്തരെ, ആദരണീയരായിട്ടുള്ള ഓരോരുത്തരെയും ഇങ്ങനെ അധിക്ഷേപിച്ചിട്ട് ഇവള് എങ്ങനെ ഗതി പിടിക്കുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എങ്ങനെ ഗതി പിടിക്കും? എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവരുടെ PR വർക്ക് പറയുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ.
ഇതിൻ്റെ അകത്തൊക്കെ കുറേയൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കുപ്പായത്തെ ചോദ്യം ചെയ്തത്, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ കയറി കളിച്ചത്, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തത്, എല്ലാം വിഷയങ്ങൾ തന്നെയാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം രേണുവിന്റെ പാൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തെ എന്തുവാ പിന്നെ ഗുണ്ടകളെ വിട്ട് ഇതാക്കാൻ നോക്കുന്നോ? ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇതൊക്കെ എന്തോ അനുവദിച്ചു തരാൻ പറ്റുമോ? ഈ ബിഷപ്പ് എന്തുവായാലും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിനും കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മാനനഷ്ടത്തിന് താമസിക്കാതെ കേസും ഫയൽ ചെയ്യും. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ചുകളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും